Origins Cock, Border 2, 1997 ഫിലിം, എപ്പിക് വാർ ഫിലിം. ബോർഡറിൻ്റെ സീക്വലാണ്. ബോർഡർ കാണാത്ത ആൾക്കാർ കുറവായിരിക്കും. ബോർഡറിലെ സോങ്സൊക്കെ എവർഗ്രീൻ സോങ്സാണ്. അനു മാലിക്. അപ്പോൾ ബോളിവുഡിലെ തന്നെ ഏറ്റവും വലിയ എക്കാലത്തെയും ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റേഴ്സിൽ ഒന്നായിട്ടുള്ള ബോർഡറിൻ്റെ സീക്വൽ. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന അനുരാഗ് സിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറി നിധി ദത്ത. ഇതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത് അനുരാഗ് സിംഗും സുനിൽ അറോറയും ചേർന്നിട്ടാണ്. DOP അൻഷുൽ ചോബി, എഡിറ്റർ മനീഷ് മോർ. അൻഷുൽ ചോബി മാത്രമല്ല, വേറെ കുറച്ച് പേര് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടെറൈൻ എന്ന് പറയുന്നത് നമ്മളെ കാണിക്കുന്നത് 1971 ഇൻഡോ പാക് വാറാണെങ്കിൽ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഝാൻസി, UP ഝാൻസി, പിന്നെ ഉത്തരാഖണ്ഡ്, അതുപോലെ തന്നെ പിന്നെ രാജസ്ഥാൻ മരുഭൂമി, അവിടെയൊക്കെയാണ്. അപ്പോൾ ഈ ടെറൈൻ കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ നല്ല ക്വാളിറ്റി വർക്കാണ്. ലൈറ്റിംഗ് ആയി കഴിഞ്ഞാലും അതുപോലെ തന്നെ വൈറ്റ് ഷോട്ട്സ്, അതുപോലെ വാർ സീക്വൻസിലുള്ള ഷോട്ട്സ്, പരിപാടികൾ, സീൻസൊക്കെ പടയിലെടുത്തിട്ടുണ്ട്. എഡിറ്റിംഗ് ഒന്നുകൂടെ ക്രിസ്പാക്കിയിട്ട് പടയ്ക്കായിരുന്നു. ചില ട്രാൻസിഷനൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എഡിറ്റിങ്ങിൽ. പക്ഷേ ഓവറോൾ ഗുഡ് വർക്കാണ്. മ്യൂസിക് ഓഫ് കോഴ്സ് അനു മാലിക്. ബോർഡറിലെ സോങ്സ് തന്നെ 2 സോങ്സ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ബോർഡറിലെ സോങ്സ് സെയിം സോങ്സ്. പിന്നെ സ്കോറിന് വേണ്ടിയിട്ടും സോങ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, മറ്റേ ഇതിലെ സോങ്സ്, ബോർഡറിലെ സോങ്സ്. പിന്നെ മിഥുനുണ്ട്, വിശാൽ മിശ്രയുണ്ട്, അങ്ങനെ കുറേ പേര് ചേർന്നിട്ടാണ് സോങ്സ് ചെയ്തേക്കുന്നത്. ഇപ്പോഴത്തെ സോങ്സ്, അതായത് ഫ്രഷ് ആയിട്ട് ഇന്ന സോങ്സ് ഒന്നും ഒരു ഗുണമില്ല. പക്ഷെ പഴയ സോങ്സ് കേൾക്കുമ്പോൾ ഭയങ്കര റിഫ്രഷിങ്, നൊസ്റ്റാൾജിക്. കാരണം അത്രയും വർഷമായിട്ട് 1997 മുതൽ ഇങ്ങനെ പല ഇൻസ്റ്റൻസിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സോങ്സാണ്. അത് വീണ്ടും തിയേറ്ററിൽ കേട്ടപ്പോൾ ഗുഡ് ഫീലിംഗ്. ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് ജോൺ സ്റ്റുവർട്ട് എദൂരി. കുഴപ്പമില്ല, വലിയൊരു കണ്ടംപററി സാധനമൊന്നുമല്ല, പഴയ വൈബ് പിടിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാലും ഒപ്പിച്ചിട്ടുണ്ട്. സിനിമയിലേക്ക് വരുമ്പോൾ ബോർഡർ 2, അതായത് ബോർഡറിൻ്റെ സീക്വല്. അപ്പോൾ ഇതുണ്ടല്ലോ, അനുരാഗ് സിംഗ് ബോർഡർ 2 എടുക്കുന്ന സമയത്ത് പുള്ളി വിചാരിച്ച് എന്തിന് പുതിയൊരു സ്ക്രിപ്റ്റ് എഴുതി പുതിയൊരു സിനിമയായിട്ട് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്തിനെ ഞാൻ ബോർഡർ തന്നെ അങ്ങ് റീമേക്ക് ചെയ്ത് തരാം. അതായത് ഇത് ബോർഡറിൻ്റെ റീമേക്കാം. എക്സാക്ട് സ്ക്രീൻ പ്ലേ, എക്സാക്ട് പ്ലോട്ട്. ഈ സണ്ണി ഡിയോൾ ഒഴികെ ബാക്കി ആൾക്കാരെയൊക്കെ പുതിയ ആൾക്കാരെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം. ബോർഡറിൻ്റെ കഥ എന്താ? 1971 വാറ്. ബോർഡർ 2ൻ്റെ കഥ എന്താ? 1971 വാറ്. ഇതിലെ പ്രധാനി സണ്ണി ഡിയോൾ, ബോർഡറിൽ സണ്ണി ഡിയോൾ, ഇതിലും സണ്ണി ഡിയോൾ ഇതിൽ പ്രായമായി. പക്ഷെ എന്നാലും മൂപ്പർ ബോഡിയൊക്കെ ഫിറ്റാണ്, ബട്ട് വയ്യായികയുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോർഡറിൽ പിന്നെ ജാക്കി ഷിറോഫ് എയർഫോഴ്സിൻ്റെ ആൾ, സണ്ണി ഡിയോൾ ആർമി, പിന്നെ സുനിൽ ഷെട്ടി ആർമി, അക്ഷയ് ഖന്ന ആർമി. അക്ഷയ് ഖന്ന അതിൽ പിന്നെ ഡെഡായിപ്പോയി, അതുകൊണ്ടാണ് ഈ പടത്തിലില്ലാത്തത്. പിന്നെ താബു ഉണ്ട്, അങ്ങനെ മറ്റേ പൂജാ ഭട്ടുണ്ട്, ഇവരെ കുടുംബം. അപ്പോൾ ആ സിനിമ എങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ആ സിനിമ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് തുടക്കത്തിൽ എല്ലാ ആർമി പടങ്ങളുടെയും ഒരു പാറ്റേൺ ഉണ്ടല്ലോ. തുടക്കത്തിൽ ഒരു പിന്നെ കുറച്ച് സംഭവങ്ങൾ കാണിക്കുന്ന എയർഫോഴ്സ് ആർമിയിൽ കാണിച്ച്, പിന്നെ അവരുടെ ഒരു ജോളി മൂഡ് ആർമി ആൾക്കാരെ, പിന്നെ ഫാമിലി സെൻറ്റിമെൻറ്റ്സ്. അതായത് പിന്നെ സുനിൽ ഷെട്ടീൻ്റെ കല്യാണം കഴിഞ്ഞു, അക്ഷയ് ഖന്നേൻ്റെ ഫാമിലി, അതിലെ കുറേ സോങ്സ്, പ്രണയം, ഇതെല്ലാം കഴിഞ്ഞ് ഇതിലാരെങ്കിലും ഡെഡാവും നമുക്കറിയാം. എന്നാലാണ് ലാസ്റ്റ് സെൻറ്റിമെൻറ്റ്സ് അടിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഹാഫ് മൊത്തം ഇത് ബിൽഡ് ചെയ്ത് വെച്ചിട്ട്, അതായത് ബാക്ക് ഡ്രോപ്പിൽ ഇങ്ങനെ കുറേ ഫാമിലി സെൻറ്റിമെൻറ്റ്സും, അമ്മ, ഭാര്യ, മക്കൾ, പിന്നെ ചിട്ടി, പിന്നെ ആ സോങ്സ്, സന്ദേശമായ സോങ്സ് അറിയാലോ, ചിട്ടിയായി ആ സോങ്സ്, ആ പരിപാടി അതേ സെയിം സാധനം. ഇതിൽ പിന്നെ സണ്ണി ഡിയോൾ അങ്ങനെ തന്നെ, പകരം വരുൺ ധവാൻ വന്നു. പിന്നെ വേറെ 2 പേര്, ഒന്ന് സുനിൽ ഷെട്ടീൻ്റെ മോൻ അഹാൻ ഷെട്ടി ഇതിൽ നേവി ഓഫീസർ, INS വിക്രാന്തിൽ. പിന്നെ ദിൽജിത്ത് ദോസാഞ്ച്, അദ്ദേഹം ഒരു സിംഗറാണ്, ബേസിക്കലി പഞ്ചാബിയാണ്. ഈ അനുരാഗ് സിംഗും ബേസിക്കലി പഞ്ചാബി ഫിലിം മേക്കറാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരെയൊക്കെ പിടിച്ചതിനകത്തിട്ടത്. അപ്പോൾ ഇതായി ആർമി വരുൺ ധവാൻ, എയർഫോഴ്സ് മറ്റേ ദിൽജിത്ത് ദോസാഞ്ച്, നേവിയിൽ അഹാൻ ഷെട്ടി. അപ്പോൾ 3 കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച്, എന്നിട്ട് ഫസ്റ്റ് ഹാഫിൽ ഇവരെ ഫാമിലി കല്യാണം കഴിക്കുന്നു, സോങ്, പിന്നെ ബ്രദർഹുഡ്,
അതിൻ്റെ കുറേ കോമഡികൾ പരിപാടികളായിട്ട്. അതായത് 3 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ടെന്നേ സിനിമ. ഇതൊരു എപ്പിക് വാർ ഫിലിം ആണെങ്കിൽ വാറങ്ങ് തുടങ്ങിയാൽ പോരെ. സാധനം താഴെ വേണം. വാറങ്ങ് തുടങ്ങിയാൽ പോരെ. ഇത് വാറിലേക്ക് കടക്കുന്നില്ല. ഫസ്റ്റ് ഹാഫ് ഇതിൽ ഇവരെ ഫാമിലി സെൻറ്റിമെൻസും സീരിയൽ ലെവൽ പരിപാടിയും ഇവരെ കല്യാണവും പാട്ടും എല്ലാം കണ്ട് സഹിച്ച് ഇരുന്നിട്ട് വേണം പിന്നെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് അവസാനത്തെ 1 മണിക്കൂർ യുദ്ധം നടക്കുന്നത്. യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറഞ്ചം പുറഞ്ഞ യുദ്ധം. അത് വിനയൻ്റെ പോലത്തെ മറ്റേ പുട്ടും കുറ്റിയും PVC പൈപ്പും യുദ്ധമൊന്നുമല്ല. കുറേയൊക്കെ നല്ല റിയലായിട്ടാണ് നമുക്ക്. അതായത് ബോർഡറിൽ കാണിച്ച പോലെ. ബോർഡറിൻ്റെ സമയത്ത് തന്നെ അറിയാമല്ലോ, ആ സമയത്ത് അങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റും. അതിൽ മറ്റേ തക്കാളി ചട്നി ചോര പരിപാടിയൊക്കെയാണ്. ബോർഡറൊന്നും ഇപ്പോൾ കണ്ടാൽ സഹിച്ചിരിക്കാൻ പറ്റൂലേ. ഭയങ്കര കോമഡിയായിട്ട് ഫീൽ ചെയ്യും. കാരണം അത് ഓവർ ദ ടോപ്പ് അങ്ങനെ. പിന്നെ ആ സമയത്ത് ടെക്നിക്കൽ സൈഡ് വളരെ വീക്കാണല്ലോ, അതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ സെയിം സാധനം ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചും കൂടെ ടെക്നിക്കലി മറ്റേ വിഷ്വൽ എഫക്ട്സ് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്തുകൊണ്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമ. ഇതിൽ അവസാനം ഞാൻ പറഞ്ഞില്ലേ, അവസാനത്തെ 1 മണിക്കൂർ ഫുള്ള് വെട്ടിയും പോക്കയും യുദ്ധം പരിപാടി. അതായത് ഫ്രണ്ട് ലൈൻ വാറാണ്. നേരെ പോയി കാണിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓവർ ദ ടോപ്പും ഭയങ്കരമായിട്ട് സിനിമാറ്റിക്കാണ്. കാരണം ഈ ഗബ്ബറിനെ എനിക്ക് ബേസിക്കലി ഇയാളെ ഇഷ്ടമല്ല. ബിക്കോസ് ഇയാളെ ആക്ടിങ്ങും ഇയാളെ സ്ക്രീൻ പ്രസൻസ് ഒന്നും ഇഷ്ടമില്ല. എന്തൊരു ഈ സണ്ണി ഡിയോൾ, ബോബി ഡിയോൾ ഇസ് ഫൈൻ, ബോബി ഡിയോൾ ഇസ് ഓൾ ഗുഡ്. ഗുപ്ത് മുതൽ ഫാനാണ്. പക്ഷേ ഇയാൾ എന്തോ ഈ സണ്ണി ഡിയോൾ. എന്നിട്ട് ഇയാളെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇയാൾ ഇതിനകത്ത് എന്ത് ചെയ്താലും മരിക്കൂല. പാറ്റൺ ടാങ്ക് കൊണ്ട് വെടിവെച്ചാലും മരിക്കൂല, ബോംബെറിഞ്ഞാലും മരിക്കൂല, മൈന് ചവിട്ടിയാലും മൈന് പൊട്ടിയാലും മരിക്കൂല, നിന്ന് വെക്കടാ വെടി എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാലും ഇയാൾക്ക് വെടി കൊള്ളൂല. ഇതെന്ത് മനുഷ്യന് അമരണോ? ഇയാളിത് തന്നെ. അത് ഒരു വെടിയെങ്കിലും ഇയാൾക്ക് കൊള്ളണ്ടേ. ബാക്കിയുള്ളവരൊക്കെ പെട്ടെന്ന് മരിച്ചു വീഴുന്നുണ്ട്. ഇയാൾക്ക് മാത്രം വെടി കൊള്ളൂല. എന്ത് ചെയ്താലേ പ്രശ്നം. ഇയാൾ ഇൻട്രോ ഒക്കെ കോമഡിയാണ്. ഇയാളുടെ മൈൻഡിൽ ചവിട്ടി പിടിക്കും. എന്നിട്ട് ഇയാൾ വേറൊരാളെ മൈൻഡ് ചവിട്ട് വിട്ടിട്ട് മൈൻഡിൻ്റെ മുകളിലൊരു പാകിസ്ഥാനിനെ വെച്ചിട്ട് പാകിസ്ഥാനി മാത്രം ഇതാവും. ഇതിലെല്ലാം ഭയങ്കര റിഫ്ലക്സും റിയാക്ഷനും. അതായത് എത്ര മൈന് പൊട്ടിയാലും എത്ര ബോംബ് പൊട്ടിയാലും എത്ര എക്സ്പ്ലോഷൻ ഉണ്ടായി കഴിഞ്ഞാലും ഒന്ന് തെറിച്ചു പോവും. ഒന്നും പറ്റൂല. ഷർട്ട് ചെറുതായിട്ട് കയറും, കുറച്ച് പാച്ച് ഉണ്ടാവുന്നല്ലാതെ, കുറച്ച് ബ്ലഡൊക്കെ ഇവിടെയൊക്കെ ആക്കി എന്നല്ലാതെ വേറെ ഒന്നും പറ്റൂല. അത് വരുൺ ധവാനും പറ്റൂല, ഇയാൾക്കും പറ്റൂല. വരുൺ ധവാൻ ഇൻട്രോ ഒക്കെ ഭയങ്കര മാസമായിട്ട് എടുത്തതാണ്. വരുൺ ധവാൻ ബേസിക്കലി ഒരു ചോക്ലേറ്റ് അങ്ങനെയാണല്ലോ. പക്ഷേ ഇതിൽ പുള്ളി മാക്സിമം കരിയൊക്കെ വാരി തേച്ച് പൊടിയൊക്കെ തേച്ച് പൊടിയൊക്കെ തലയിൽ മുട്ടി പുള്ളി ചെയ്തിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡൊക്കെ പിടിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതാണ് ഇങ്ങനെ. പിന്നെ അറിയാലോ ഈ 1971 എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ വേട്ടമൃഗം. അപ്പോൾ വില്ലന്മാരൊക്കെ അതുപോലെ കോമഡിയാണ്. വലിയ ടാങ്കെല്ലാം വന്നിട്ട് ഇങ്ങനെ ഗീർവാൺ ഡയലോഗ് അടിക്കുക. പിന്നെ സണ്ണി ഡിയോളിൻ്റെ ഇൻ്റർവെൽ സമയത്തുള്ള ഗീർവാൺ ഡയലോഗ് അടി വേറെ. പിന്നെ ഒരു ഭാരതാമ്മേൻ്റെ ചിത്രം നേവിയിൽ ഒട്ടിച്ച് വെക്കും. അതൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അത് പിന്നീട് കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു നമ്മളുണ്ടാക്കുന്ന കടലാസ് ഉണ്ടാക്കുന്ന എയറോപ്ലെയിന് അത് എയർഫോഴ്സിൻ്റെ മറ്റേ ഇയാളെ ഫൈറ്റർ ജെറ്റിൽ തൂക്കിയിടുന്നുണ്ട്. ഇതിലാകെ എനിക്ക് കുറച്ചെങ്കിലും കൊള്ളാമെന്ന് തോന്നിയത് ഇതിലൊരു ഒരു സീലുള്ള ഒരു സീനുണ്ട്. ടോർപിഡോ ഒക്കെ വെച്ചിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അത് കുറച്ച് ഇമോഷണലി കണക്റ്റ് ആയിരുന്നു. പക്ഷേ ഫൈറ്റർ ജെറ്റിൻ്റെ ആസ് ഓൾവേസ് ഓവറായിരുന്നു. പിന്നെ അവസാനത്തെ വാറ് പറഞ്ഞാൽ അറഞ്ചം അങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് അതുകൊണ്ട് കുറേ ആൾക്കാർ മരിച്ചു വീഴുക. ഇയാൾക്കും വരുൺ ധവാനും മാത്രം ഒന്നും പറ്റൂല, സണ്ണി ഡിയോളിന്. അപ്പം 3 മണിക്കൂർ 20 മിനിറ്റുള്ള ഒരു സിനിമ. പഴയ പാട്ട് ഒക്കെ കേട്ട്, അതായത് ബോർഡർ ഒന്നുകൂടെ കാണുന്നതിന് പകരം ഇത് കാണാം എന്ന് മാത്രം. മോന സിംഗ്, സോനം ബജുവ, മുതിർ ശ്രദ്ധിക്കണേ, പൂനം ബജുവ ഇല്ല, സോനം ബജുവ, പിന്നെ അന്യ സിംഗ്, എല്ലാം ഈ സിഖ് അവിടെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ ഭാര്യമാരായിട്ട് കരച്ചിലും പിടിച്ചിലും സിന്ധിയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ മലയാളത്തിലെ മണിക്കുട്ടൻ ഇതിൽ റോൾ ചെയ്തിട്ടുണ്ട്. മണിക്കുട്ടനില്ല കേട്ടോ, കറക്റ്റ് മണിക്കുട്ടനെ പോലെ കാണാനുള്ള ഒരു കക്ഷി. സോ ഒരു ക്ലീഷേ വാർ ഫിലിം, പ്രത്യേകിച്ചും ബോർഡറിൻ്റെ ഒരു മിയർ കോപ്പി ഓഫ് ബോർഡർ. അതിൽ അവസാനത്തെ 1 മണിക്കൂർ ഈ പൊടിപൊട്ടലം, പുക, ബോംബ്, വെടി,
അടി, കത്തിക്കുത്ത് ഇതൊക്കെ കാണണമെങ്കിൽ കാണാം എന്ന് മാത്രം. അത് തന്നെ അങ്ങനെയാണെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് സെക്കൻഡ് ഹാഫിന് ശേഷം കയറിയാൽ മതി. ഫസ്റ്റ് ഹാഫ് ഇതാണ് ഡ്രാമ, സീരിയൽ, ഇമോഷണൽ, ഫാമിലി, മറ്റേ ബിൽഡപ്പ് ഇതാണ്. ബോർഡർ 2.